ഹായ്. ഹലോ. നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതെ, ഇന്ന് ഹാർട്ട് ഡേ അറിയില്ല എല്ലാവർക്കും. ഇന്ന് ഹാർട്ട് ഡേ എന്ന് ഇവള് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്കറിയില്ല. ഞാൻ ഈ ഹാർട്ട് ഡേ അതെന്താന്നറിയോ, ഈ ഹാർട്ട് ഉള്ളവർക്കാണ് അതിന്റെ ഒരു ഫീലിങ്സും ആ ഒരു സ്നേഹമൊക്കെ വരിക. ഇവൾക്ക് പിന്നെ അത് കുറച്ച് കുറവായി, ഇവൾക്ക് കൂടുതലാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവള് കാശോണ്ടായാലും ബാക്കി എന്തുകൊണ്ടായാലും സ്നേഹം കൊണ്ടായാലും ഒക്കെ റിച്ച് ആണ്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്നറിയോ, ഞാൻ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമേ റിച്ച് ഉള്ളൂ, കുറച്ച് വണ്ണത്തിന്റെ കാര്യത്തില്. അതിൽ ഞാൻ ഇവളെക്കാളും ഭയങ്കര റിച്ചാണ്. ഇവള് ഇത്തിരി റിച്ച് ആണ്, എല്ലാം കൊണ്ട് റിച്ച്. അഹങ്കാരമൊന്നും അതിന്റെ അഹങ്കാരം ഇവൾക്ക് ഇല്ല. ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. ഞങ്ങള് പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു പരിചയപ്പെടുന്നു വേണ്ട എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഉണ്ടല്ലോ, ഇവളെ പരിചയപ്പെട്ട് വന്ന് തുടങ്ങിയപ്പോ ഉണ്ടല്ലോ, ഇവള് ഭയങ്കര ലോല ഹൃദയത്തെയാന്ന് എനിക്ക് മനസ്സിലായി. ആരോടും വഴക്കിടാൻ ഇഷ്ടമില്ല. വഴക്കിട്ടാൽ അത് എങ്ങനെയെങ്കിലും റെഡിയാക്കാന്ന്. അയ്യോ, ഇവളുടെ ക്യാരക്ടർ ഉണ്ട്. നമുക്ക് നല്ല ഹാർട്ട്. അത് കാരണം ഇവൾക്ക് നല്ല ഹാർട്ട് ഉണ്ട്. നേരെ ഓപ്പോസിറ്റ് ആണ്. ദേഷ്യപ്പെട്ടാലും വഴക്ക് ഉണ്ടാക്കിയാലും ഒക്കെ ഞാൻ കുറച്ചു നേരം പിടിച്ചിരിക്കും. അങ്ങനത്തെ സ്വഭാവം അല്ലേ നിനക്ക് തോന്നിയില്ല? പക്ഷെ ഞാൻ അങ്ങനെ ദേഷ്യപ്പെടും. പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ പെട്ടെന്ന് അത്ര നേരം പിടിച്ചിരിക്കാൻ പറ്റില്ല. അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും എനിക്ക്. അപ്പൊ ഞാൻ അതാ പറയുന്നത്, നമുക്ക് നല്ല ഹാർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സും നമ്മുടെ സ്വഭാവമൊക്കെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതേപോലെ ആയിരിക്കും ക്യാരക്ടർ, അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ട്? നിങ്ങളുടെ ഇതുപോലെ തലതിരിഞ്ഞ പോലെ ഫ്രണ്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഒരു ഹാർട്ടും ഇല്ലാത്ത ഒരു ഫ്രണ്ട്സ്. എനിക്ക് ആകെ കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉള്ളൂ. അതില് ഒരു ഹാർട്ടും ഇല്ലാത്ത ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. അല്ല, ഇവളിഞ്ഞിപ്പോ എന്റെ നല്ല ഹാർട്ട് പോയിട്ട് അറ്റാക്ക് വരുത്തോന്ന് എനിക്കറിയില്ല കേട്ടാ. അപ്പൊ ഇന്ന് ഹാർട്ട് ഡേ ആണെങ്കിലും കൂടിയിട്ട് നമ്മൾ അറ്റാക്കിനെ കുറിച്ച് സംസാരിക്കണം. അപ്പൊ നല്ല എക്സസൈസ് ഉണ്ടായിരിക്കണം, അല്ലേ? ഇപ്പൊ കണ്ട എന്റെ കോസ്റ്റ്യൂമിൽ എന്തെങ്കിലും ചേഞ്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനിപ്പോ ജിമ്മിന് പോയി തുടങ്ങിയിട്ടാ. ഇപ്പൊ ഏകദേശം ഒരു മാസത്തോളമായി ജിമ്മിന് പോയി തുടങ്ങിയിട്ട്. അപ്പൊ ഹാർട്ടൊക്കെ നമ്മുടെ ഹാർട്ട് നമ്മൾ തന്നെ സൂക്ഷിക്കണം. അതുകൊണ്ട് എല്ലാവരും എക്സസൈസ് ചെയ്യുക. ഇതുപോലെ അതുപോലെ പുലർച്ചെ എനിക്ക് നടക്കണമൊക്കെ ഉണ്ട് കേട്ടാ. ഹസ്ബൻഡും ഇവളും കൂടി നടക്കുന്നുണ്ട്. എല്ലാവർക്കും വ്യായാമം മസ്റ്റാണ്. അരമണിക്കൂറെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യണം. നല്ല ഫുഡ് കഴിക്കണം. നല്ല ഫുഡ് കഴിക്കാൻ ആരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. നല്ല ഫുഡ് കഴിച്ച് നല്ല എക്സസൈസ് ചെയ്ത് നല്ല ഹാർട്ടോട് കൂടി ജീവിക്കാം. ഓക്കെ, ബൈ.